ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ, ഷെയർ ചെയ്തോ, ലൈക്ക് ചെയ്തോ. ആൻഡ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സിദ്ധാർത്ഥ ആനന്ദ് സംവിധാനം ചെയ്ത് പ്രധാന വേഷത്തിലായി ഷാറൂഖ് ഖാൻ അഭിനയിക്കുന്ന പുതിയ ഹിന്ദി ചലച്ചിത്രമാണ് കിങ്. അതിൻ്റെ ഡേറ്റ് അനൗൺസ്മെൻറ്റ് വീഡിയോ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുവെക്കാം. സിദ്ധാർത്ഥ ആനന്ദാണ് വാർ 2 ഇല്ല, വാറ് ആൻഡ് പത്താൻ, ഷാറുഖ് ഖാൻ്റെ തന്നെ പത്താനൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളി ഒരു നല്ലൊരു ഫിലിം മേക്കർ തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ സിനിമ കൂടിയാണ്, പുള്ളിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്ന ഷാറുഖ് ഖാൻ്റെ ഈ കിങ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് അനൗൺസ്മെൻറ്റ് വീഡിയോ നമുക്കൊന്ന് കാണാം. ഇറ്റ്സ് ടൈം ടു റോർ. ഷാറുഖ് ഖാൻ അത് ആൻഡ് എൻഡ് the year with here അമ്പോ കിങ് 24/12/26. ഷാറുഖ് ഖാൻ. ക്രിസ്മസ് ഞാൻ പേടിയല്ല, ഞാനാണ് ഡിസ്ട്രക്ഷൻ. ദിസ് ക്രിസ്മസ് ഫിയർ വിയേഴ്സ് ദി ക്രൗൺ. കിങ് കൊള്ളാം കേട്ടാ. നല്ല ഒരു ഡേറ്റ് അനൗൺസ്മെന്റ് വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ഷാറുഖ് ഖാൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ ആനന്ദാണ്. സിദ്ധാർത്ഥ ആനന്ദ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ ഹൃതിക് റോഷനൊക്കെ ഉള്ള വാറ്, ഷാറുഖ് ഖാനുള്ള പത്താനൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്രിഷ് 4 പക്ഷെ അത് റിലീസായോ എന്തോ, അത് അതിൻ്റെ സംസാരത്തിൽ എന്തോ ഉണ്ടായിരുന്നു, ആ ഒരു ടോക്ക് എന്തോ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഇതുപോലെ കുറച്ച് സിനിമകൾ ഹിന്ദിയിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആൻഡ് കിങ് ഷാറുഖ് ഖാൻ്റെ വേറിട്ടൊരു ആളെ തന്നെയായിരിക്കും സിദ്ധാർത്ഥ ആനന്ദ് കിങ്ങിൽ അവതരിക്കുക എന്നുള്ളത് ഈ ഒരു ഡേറ്റ് അനൗൺസ്മെൻറ്റ്, റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ തന്നെ വ്യക്തമാണ്. 24/12/2026 ഈ വർഷം ഡിസംബർ മാസം 24 തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ആൻഡ് റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻ്റ് ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ്. പിന്നെ അനിരുദ്ധ് ഒറിജിനൽ സ്കോർ മാത്രം ചെയ്യണം, മ്യൂസിക് വേറെ ആൾക്കാർ ചെയ്യുന്ന ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഒറിജിനൽ സ്കോർ അനിരുദ്ധാണ് എന്തായാലും ചെയ്യുന്നത്. കാരണം ദേ കാൾ ഹിം എ കിങ് എന്നൊരു ഒറിജിനൽ സ്കോർ അനിരുദ്ധ് റിലീസ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ട്രെൻഡിങ്ങിലും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ബീജം തന്നെയാണ് ഇതിലും ഉള്ളത്. എനിക്ക് തോന്നുന്നു അനിരുദ്ധ് തന്നെ ആയിരിക്കണം ഫുള്ളും ചിലപ്പോൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അനിരുദ്ധ് കാണും ജവാനിൽ ഇപ്പം ഷാറുഖ് ഖാൻ്റെ ഫേവറേറ്റ് ചൈൽഡ് ആയല്ലോ. ഇപ്പോൾ അടുത്ത സിനിമയിൽ കിങ്ങിൽ ഷാറുഖ് ഖാൻ നീഡ്സ് മോർ സോങ്സ് അല്ലെങ്കിൽ മോർ BGMs. അപ്പോൾ അനിരുദ്ധിനെ വിളിക്കുന്നു. അനിരുദ്ധ് ഇപ്പോൾ ICCയുടെ T20 വേൾഡ് കപ്പിലെന്ന് തോന്നുന്നു, ഇന്ത്യ ശ്രീലങ്കയിലായിട്ട് നടക്കുന്ന T20 വേൾഡ് കപ്പിൽ അനിരുദ്ധാണ് എന്താ പറയുക ഈ T20 ആന്തം റിലീസ് ചെയ്യുന്നത്. അനിരുദ്ധാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത്രമാത്രം പുള്ളി ആ പോപ്പുലാരിറ്റി, ആ റീച്ച്നെസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ആൻഡ് ഷാറൂഖ് ഖാൻ ഇതിൽ കിടിലനായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ഓറ ഷാറുഖ് ഖാൻ ഇതുവരെ ഇങ്ങനെ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു നല്ല എനിക്കൊരു അത്രയ്ക്കും ദേഷ്യമായിട്ട്, അത്രയ്ക്കും ബ്ലഡായിട്ട്, അത്രയും ഒരു ആ ലാസ്റ്റ് കണ്ട ഒരു ഭീകരനെ പോലെ കണ്ണൊക്കെ തള്ളി കൈയൊക്കെ ഒരു ഭീകരന് ഇങ്ങനെ ഇതിനു മുമ്പ് ഞാൻ ഷാറുഖ് ഖാനെ കണ്ടിട്ടില്ല. നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടി. ആ പിന്നെ ആ റോറെന്ന് കാണിക്കുന്ന ആ സീൻ ഇങ്ങനെ നിൽക്കുന്നത് ആ മലമുകളിൽ അവിടെ ഒക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക ഒരു ഗൂസ് ബംസ് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഷാറുഖ് ഖാന് നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം നല്ല ഹൈപ്പ് ഇപ്പോഴേ ഉണ്ട്. ആൻഡ് നല്ല കാസ്റ്റ് ആൻഡ് ക്രൂസ് ആണ് സിനിമയിലുള്ളതാനും. ആൻഡ് ഇതിൻ്റെ ഒരു പ്രൊമോഷനും പരിപാടിയൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യും. റെഡ് ചില്ലീസ് എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് പ്രൊഡ്യൂസും ചെയ്യുന്നത്. അപ്പോൾ അനിരുദ്ധിൻ്റെ മ്യൂസിക്കും കുറേ ആകുമ്പോൾ കുറച്ച് കത്തിപ്പിടിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ആൻഡ് ഷാറുഖ് ഖാൻ ഇതുപോലെ വേറിട്ടൊരു വേഷത്തിൽ സിദ്ധാർത്ഥ ആനന്ദ് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പുതിയൊരു കാര്യം. കാരണം ആ തുടക്കത്തിൽ തന്നെ ഷാറുഖ് ഖാനെ കാണിക്കുന്നതൊട്ട് എല്ലാം സൂപ്പറാണ്. ഷാറുഖ് ഖാൻ റോർ ചെയ്യുന്ന ആ സീൻ, കണ്ണാടി പൊട്ടിച്ച് താഴെ നിൽക്കുന്ന ആ സീൻ, പിന്നെ ഇടിക്കുന്ന ആ സീനും എല്ലാം ഐ ആം നോട്ട് ദി ഫിയർ, ഐ ആം ദി ഡിസ്ട്രക്ഷൻ. ഡയലോഗും കൊള്ളാം. ആൻഡ് ക്രിസ്മസിന് ക്രൗൺ അണിയാൻ വേണ്ടിയിട്ട് വരുമെന്ന് ഫിയർ വിയേഴ്സ് ദി ക്രൗൺ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും. അപ്പോൾ ഇന്നിപ്പം ജനുവരിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് 24/12/2026 പടം റിലീസ് ചെയ്യുവാണ്. അനൗൺസ്മെൻറ്റ് ഡേറ്റാണ്. അപ്പോൾ അവർ സെൻസർ ഇതിന് മുമ്പേ ചെയ്ത് കാണുമോ എനിക്കൊരു ഡൗട്ടാണ്. കാരണം ഇപ്പം ജനനായകന് പോയപ്പോൾ സെൻസർ ചെയ്യാതെ എന്തിനാണ്, അല്ലെങ്കിൽ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാതെ എന്തിനാണ് റിലീസ് ഡേറ്റ് കൊടുത്തെന്നുള്ള ടോക്ക് ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ ജനുവരി, അത് ഡിസംബർ. ഇതുവരെ സെൻസർ ഈ ഇടയിൽ ചെയ്തിട്ടുണ്ടാവുമോ?
അതോ ഇനി കാരണം അവർ അനൗൺസ് ചെയ്തായി ഡേറ്റ് 24/12/2026 കിങ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് അപ്പോൾ CBSE ചോദിക്കാതെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തതിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ അറിഞ്ഞൂടെ, കണ്ടറിയാം. മൊത്തത്തിൽ ഡേറ്റ് അനൗൺസ്മെന്റ് വീഡിയോ നന്നായിട്ടുണ്ടായിരുന്നു. BGM ആയിരുന്നാലും മേക്കിംഗ് ആയിരുന്നാലും ഷാറുഖ് ഖാനെ പ്രസന്റ് ചെയ്ത രീതി ആയിരുന്നാലും അടിപൊളിയായിരുന്നു. അത് ഷാറുഖ് ഖാൻ ഇങ്ങനെ ഷാറുഖ് ഖാൻ നല്ല കിട്ടിലനായിട്ട് ഷാറുഖ് ഖാൻ ഇങ്ങനെ കൈയൊക്കെ പൊക്കി ഷാറുഖ് ഖാൻ ദേഷ്യത്തിൽ ഐ ആം നോട്ട് ദി ഫിയർ, ഐ ആം ദി ഡിസ്ട്രാക്ഷൻ. മൊത്തത്തിൽ കിടിലൻ അനൗൺസ്മെന്റ് വീഡിയോ തന്നെയാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2026 ഡിസംബർ മാസം 24-ാം തീയതിയാണ് കിങ് റിലീസ് ചെയ്യുന്നത് വേൾഡ് വൈഡ്. ഷാറുഖ് ഖാൻ്റെ ഒരു വേറിട്ട കഥാപാത്രം തന്നെയായിരിക്കും. കാരണം ബുർജ് ഖലീഫയിൽ വീഡിയോ വീഴും, പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒബിയസ്ലി. ആൻഡ് സിദ്ധാർത്ഥ് ആനന്ദ് നിങ്ങൾക്കറിയാം, വാർ, ഫൈറ്റർ, പത്താൻ അങ്ങനെ സിനിമകൾ, ഇതുപോലത്തെ വാർ പടങ്ങളും ഇതുപോലത്തെ ഫൈറ്റ് പടങ്ങളൊക്കെ ഒരുപാട് എടുത്ത ഡയറക്ടറാണ്. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ ഒരു ഐഡിയയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു പടം തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വാർ 2 ഒക്കെ വന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. വാർ 2 സിദ്ധാർത്ഥ് ആനന്ദ് അല്ല, വേറൊരു ഡയറക്ടറാണ്. കണ്ടറിഞ്ഞത് തന്നെയാണ്, കാട്ടവരാതെ മറ്റൊരു സ്പീക്കായിരുന്നു. ജൂനിയർ NTR അല്ല ഇപ്പോഴും ആ തെലുങ്കിലെ സാധനം കൊണ്ട് ഹിന്ദിയിൽ വന്ന് അവിടെ നിന്ന് ആകാത്തുനിന്ന് പറഞ്ഞു പറഞ്ഞതും കാര്യം അതിപ്പോഴും ദേവരായാലൊക്കെ ജൂനിയർ NTR ഒക്കെ ചെയ്യുന്നുണ്ട്. ആ തള്ളി സിറ്റി ഇപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും മാറാത്ത ഒരു കാര്യമാണ്. തള്ളി ഇറക്കുകയാണ്, എന്തോന്ന് തള്ളൊക്കെയാണ്, അടിച്ച പുണ്യം ആകാശത്ത് പോകുന്ന ഗ്രാവിറ്റി ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ബട്ട് ഈ സാധനം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ദി കിങ് എൻട്രി. എങ്ങനെയായിരിക്കും സാക്ഷാൽ ഷാറുഖ് ഖാനെ സിദ്ധാർത്ഥ് ആനന്ദ് തിയേറ്ററിലേക്ക് കിങ് എന്ന പേരിലേക്ക് ആ ക്രൗൺ ഇട്ട ഒരു കിങ് ആയിട്ട് എങ്ങനെയായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് കണ്ടറിയാം.